ഹലോ ഗായ്സ്, എല്ലാവരും എന്തെടുക്കുക? നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. നമ്മുടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കണോ, അന്ന് തന്നെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ പറ്റിയില്ല ഒന്നിനും. അപ്പം നമ്മുടെ വീട്ടിൽ ഈ വട്ടം ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ്റെ പെങ്ങൾ മരിച്ചിട്ട് 2 മാസം ആവുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ആഘോഷമൊക്കെ നടത്തുമ്പോൾ പുള്ളിക്കാരിയാണ് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വട്ടം ആഘോഷമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്നായിരുന്നു ഊണൊക്കെ. അങ്ങനെ എന്തായാലും ഞാൻ കോളേജിൽ നിന്നിട്ട് അവിടെ ഊണൊക്കെ കഴിക്കാൻ പോയി. ഞാൻ കോളേജിൽ നല്ല ടയേർഡായിട്ടാണ് വന്നത്. ഉത്സവത്തിന് പോകണോ വേണ്ട, ആകെ ഒരു മൂഡ് ഓഫ് ആയിട്ടാണ് വന്നത്, തലവേദനയൊക്കെ ആയിട്ട്. അങ്ങനെ എന്തെങ്കിലും ഗുളികയൊക്കെ കഴിച്ച്, നമ്മുടെ ഉത്സവമല്ലേ, പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും പിന്നെ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു, അവളൊക്കെ ആയിട്ട് പോയി. അവിടെ ചെന്നപ്പം എല്ലാം വയലിലോട്ടൊക്കെ വരുന്നത്, ഞങ്ങളൊരു 7:30 ആയപ്പോഴാണ് ചെന്നത്. എന്നിട്ടും ഉത്സവമൊക്കെ വയലിലോട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ആദ്യം എല്ലാ ഫ്ലോട്ടുകളും സംഭവമൊക്കെ കൊണ്ടുവരുന്നത് വയലിലാണ്. അങ്ങനെ നമ്മുടെ കരയുടെ ഫ്ലോട്ടൊക്കെ അവിടെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കരയ്ക്ക് ഒരു എടുപ്പ് കുതിരയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല അതെങ്ങനെ പറയുന്നത്, അത് ഉണ്ടായിരുന്നു. പിന്നെ കുറേ മറ്റേ തെയ്യം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഫ്ലോട്ട് ഉണ്ടായിരുന്നു, ഒരു 100-ലധികം അല്ലെങ്കിൽ 100ഓടടുപ്പിച്ച് ഫ്ലോട്ട് ഉണ്ടായിരുന്നു. കൂടുതലും ശിവൻ്റെയും പാർവതി അങ്ങനെയൊക്കെയുള്ള ഫ്ലോട്ടുകളായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒന്നും ആഘോഷിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ഉത്സവം വലിയ കംപ്ലീറ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കുന്നതാണ്. ഈ വട്ടം ആരെയും വിളിച്ചില്ല, ഒരു സെലിബ്രേഷനും ഉണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ 3 മണി 4 മണിയായി പോയാലും നമ്മുടെ വീട്ടിലെ ഊണ് കഴിയാറില്ല. ഈ വട്ടം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ തന്നെ അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഐസ്ക്രീം, പാനിപൂരി, ബജ്ജി, പിന്നെ കോളിഫ്ലവർ ബജ്ജി, അങ്ങനെ കുറേ സംഭവം കഴിച്ചു. ഇതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വയലിൽ നിന്ന് നേരെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഗാനമേള നടക്കുന്നു, നല്ല ഗാനമേളയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗാനമേളയൊക്കെ കണ്ട് ഏകദേശം 1:30 ആയപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ഈ സംഭവത്തെ പോലും വയലിൽ നിന്ന് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലോട്ട് കയറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളെന്തായാലും തിരിച്ചു പോരുന്നു. പിറ്റേന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്, അത് കാരണം നമ്മൾ ഇനി തിരിച്ചു പോരുന്നു. എന്നാലും വീട്ടിൽ വന്നപ്പോൾ ഏകദേശം 2 മണിയൊക്കെ ആവാറായി. എന്നിട്ട് ഞാൻ റെക്കോർഡൊക്കെ എഴുതുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.